ഇന്നലെ തന്നെ മാധ്യമങ്ങളോട് ഉൾപ്പെടെ നമ്മൾ പങ്കുവെച്ചൊരു ആശങ്കയുണ്ട്. കാരണം പുഴയിൽ തിരച്ചിലില്ല, ഞങ്ങൾ കരയിൽ തുടരും എന്ന രീതിയിലാണ് ഇന്നലെ കർണാടകത്തിൻ്റെ മന്ത്രിയും MLA-മാരും ജില്ലാ കളക്ടറും അറിയിച്ചത്. പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഞാനും ശ്രീ രാജഗോപാൽ MLA-യും ഇവിടെ തന്നെ തുടരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഇന്നിപ്പോൾ കാണുന്നത് നമ്മളെല്ലാം ആശങ്കപ്പെട്ട പോലെ തന്നെ പുഴയിൽ നിന്ന് മാത്രമല്ല കരയിൽ പോലും ഒരു തരത്തിലുള്ള സംവിധാനങ്ങളും ഇവിടെയില്ല. രാവിലെ നേവിയിലെ ചില ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിരുന്നു, പക്ഷേ പിന്നീട് അവരും മടങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പൂർണ്ണമായും ഒരു തരത്തിലുള്ള ഒരു പ്രവർത്തനവും നടക്കാത്ത നിലയിലേക്ക് ഈ സ്ഥലം പൂർണ്ണമായി മാറിയിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഞങ്ങൾ 2 MLA-മാരും നിങ്ങൾ മാധ്യമപ്രവർത്തകരും ഇവിടുന്ന് പോയാൽ ഇവിടെ ബാക്കിയുള്ളത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമാണ്. ഒരൊറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് ഈ കേന്ദ്രത്തിൽ അവർ നിയോഗിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇവർ തിരച്ചിൽ പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം തന്നെയാണ് തിടുക്കപ്പെട്ട് ഇന്നലെ 3 മണിയോടുകൂടി പ്രഖ്യാപിച്ചത്. പക്ഷേ ഇന്നലെ നാം ചർച്ചയിൽ പറഞ്ഞതുപോലെ തൃശ്ശൂരിൽ നിന്നുള്ള വിദഗ്ധ സംഘം അവർ ഏതായാലും ഞാൻ കാർഷിക സർവകലാശാലയിൽ കൂടി ബന്ധപ്പെട്ടപ്പോൾ അവർ അവിടുന്ന് പുറപ്പെട്ടു. ഇന്ന് രാത്രിയോടുകൂടി അവരിവിടെ എത്തും. നാളെ രാവിലെ അവരിവിടെ ഫീസിബിലിറ്റി പരിശോധിക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് വ്യക്തമാകാൻ സാധിക്കുന്നത് ഒരു തരത്തിലും ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് ജില്ലാ ഭരണകൂടത്തിന് ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന താല്പര്യമില്ലാത്ത വിധത്തിൽ തന്നെയാണ് ഇന്നുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കുക എന്ന തങ്ങളുടെ സമീപനം തുടരുക എന്നതിലേക്കാണ് ഇവിടുത്തെ ഭരണകൂടം പോകുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അനുമാനിക്കേണ്ടതുള്ളത്. തീർച്ചയായും നമ്മൾ പറഞ്ഞ അതേ ആശങ്ക അതാണ് ഇന്നിവിടെ കാഴ്ചയിലുള്ളത്. പക്ഷേ ഞങ്ങളുണ്ട്, കേരളത്തിലെ മാധ്യമപ്രവർത്തകരുണ്ട് എന്നതൊഴിച്ചാൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംവിധാനങ്ങളും ഒന്നും കരയിലോ വെള്ളത്തിലോ ഒന്നുമില്ല. രക്ഷാ ദൗത്യം പൂർണ്ണമായും ഇവിടെ ഉപേക്ഷിച്ച നിലയിൽ തന്നെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു ഓപ്ഷൻ, അതായത് ഈ തെരച്ചിൽ തുടരാനുള്ള ഒരു ഓപ്ഷൻ മുന്നിലേക്ക് വരുന്നത് ഈ തൃശ്ശൂരിൽ നിന്നുള്ള യന്ത്രം ഇവിടേക്ക് കൊണ്ടുവരിക എന്നുള്ള കർഷകരെ. പക്ഷേ അത് കൊണ്ടുവന്നാലും ഇവിടെ പ്രായോഗികമാവും എന്ന സംശയം ഇതിന്റെ ഓപ്പറേറ്റർ തന്നെ അവിടുന്ന് പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം അത്ര ഒഴുക്കിൽ ഇതിൽ നിൽക്കാൻ കഴിയില്ല. ഇവിടെയാണെങ്കിൽ വലിയ ഒഴുക്കാണ് ഇവർ പ്രതിസന്ധിയായിട്ട് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ആ സംവിധാനം കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് അടഞ്ഞ അവസ്ഥയിലേക്ക് എത്തില്ലേ? തീർച്ചയായും ഞാൻ ഇന്നലെ സൂചിപ്പിച്ച ഒരു കാര്യവും അത് തന്നെയാണ്. ഇവരിത് പൂർണ്ണമായി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് ഇന്നലെ നടത്തിയത്. പല കാര്യങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് പറഞ്ഞു. ഞാനിപ്പോഴും സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വൈദഗ്ധ്യമുള്ള ടെക്നോളജിയുടെ പല തലങ്ങളെക്കുറിച്ചും പല ഘട്ടത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ ആ ഘട്ടങ്ങളിലൊന്നും അതൊന്നും കൊണ്ടുവരാൻ പോലും ഇവർ തയ്യാറായില്ല. ഏറ്റവും ഒടുവിലാണ് ഇതിൽ നിന്ന് എവിടെയോ ഇത് നിർത്താനുള്ള ഒരു രക്ഷ എന്ന വണ്ണം തൃശ്ശൂരിൽ നിന്നുള്ളൊരു സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞത്. ഞങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ പറഞ്ഞു, ഞങ്ങൾ സഹായിക്കാം, നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണെങ്കിൽ വളരെ വേഗതയിൽ നമ്മൾ എത്തിക്കാനുള്ള നടപടിക്രമം നടത്താം. അപ്പോഴാണ് ടെക്നീഷ്യൻ്റെ കാര്യം പറഞ്ഞത്. ഏതായാലും അവർ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എത്രമാത്രം ഫീസിബിൾ ആകുമെന്നതിനെ സംബന്ധിച്ച് അവർ വന്ന് കഴിഞ്ഞാൽ മാത്രമേ പറയാൻ സാധിക്കൂ. പക്ഷേ അവർ വരുന്നത് വരെ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകും, കരയിൽ ഉണ്ടാകും എന്നറിയിച്ച ആരും തന്നെ ഇന്ന് കരയിലുമില്ല, ഈ പ്രദേശത്തേ ഇല്ല. ഇങ്ങനൊരു സംഭവം നടന്നു. ഇവിടെ മണ്ണുകൾ കൂനയിട്ട് കിടക്കുന്നത് കൊണ്ട് ഇവിടെയാണ് സ്പോട്ട് എന്ന് പുതുതായി വരുന്ന ഒരാൾക്ക് അനുഭവപ്പെടുമെന്നതിനപ്പുറം ഒന്നുമില്ലാത്ത വിധത്തിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ നിൽക്കുന്നത്. ഏതായാലും കേരളം ഇപ്പോഴും ആവശ്യപ്പെടുന്നത് ഇത് തുടരണം, നിർത്തരുത് എന്ന അഭ്യർത്ഥന തന്നെയാണ് ഇവിടുത്തെ ഗവൺമെന്റിനോട് ഞങ്ങൾ വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നത്. അതുപോലെ യന്ത്രങ്ങൾ, അതായത് പറയുന്ന പോലെ തന്നെ ഈ ഡ്രഡ്ജിങ് യന്ത്രമൊക്കെ കൊണ്ടുവരാൻ ഈ പാലം ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് അവർ ആവർത്തിച്ച് അവരൊരു റീസൺ ആയിട്ട് പറയുന്നത്, എതിരായിട്ട് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഏതെങ്കിലും സാഹചര്യത്തിൽ കേരളത്തിന് ഇവിടേക്ക് ഇത്തരം യന്ത്രങ്ങൾ എത്തിച്ചു നൽകാനുള്ള ഒരു ശ്രമം നമുക്ക് അവരോട് മുന്നോട്ട് വയ്ക്കാൻ കഴിയുമോ? അല്ല, നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അവരോട് നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഫീസിബിലിറ്റി നമ്മളും പല വിദഗ്ധരുമായി സംസാരിക്കുന്നുണ്ട്, മീഡിയാസിലും പല വിദഗ്ധരും നിങ്ങളും നേരിട്ട് അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഘട്ടത്തിൽ അതിനെക്കുറിച്ചുള്ള അവരോട് പങ്കുവെച്ചതാണ്. ഇവർ ഈ ആശങ്ക പറയുമ്പോൾ അതിനെ മറികടക്കാൻ പറ്റും, സാധ്യതകളുണ്ട് എന്ന് പറയുമ്പോഴെല്ലാം അതിൽ നിന്ന് സ്കിപ്പ് ചെയ്തു പോകുന്ന ഒരു സമീപനമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അത് തന്നെ തുടരുകയാണ് എന്നുള്ളതാണ്. തീർച്ചയായും അത് തന്നെയാണ് ഇന്നലെ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ രീതിയിലുള്ള ഇതുവരെയും നമ്മളതിനെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ 2 ഗവൺമെന്റ് തമ്മിലുള്ള സൗഹൃദം തകർക്കുന്ന നിലയിലോ അല്ല. പക്ഷെ നമുക്ക് ഇവിടെ ഉണ്ടായ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതിഷേധം, ആ സൂചന തന്നെയായിരുന്നു ഇന്നലെ 3 മണിയോടുകൂടി കാണിച്ചത്. പക്ഷെ പിന്നീട് മന്ത്രിയുമായി ചേർന്ന ചർച്ചയിൽ നമ്മളോട് പറഞ്ഞത് വെള്ളത്തിൽ ഒരു തരത്തിലുള്ള അന്വേഷണവുമില്ല, കരയിൽ നമ്മൾ ഉണ്ടാകും എന്നതാണ്. സംവിധാനങ്ങളൊക്കെ ഉണ്ടാകും, കരയിൽ ആർമി ഉൾപ്പെടെ ഉണ്ടാകുമെന്നാണ് നമ്മളോട് പറഞ്ഞത്. ഇവിടുത്തെ MLA-യും മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ പങ്കുവെച്ചത് അത് തന്നെയാണ്. പക്ഷേ ഇന്ന് ഒന്നുമില്ല, സംവിധാനം ഒന്നുമില്ല. പൂർണ്ണമായും ഈ രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചു ഇവിടുത്തെ ജില്ലാ ഭരണകൂടം, അതിന് നേതൃത്വം കൊടുക്കുന്ന സംവിധാനങ്ങൾ എന്നാണ് നമുക്ക് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. പൂർണ്ണമായി ഇത് അവസാനിപ്പിക്കുന്ന നമ്മൾ പറഞ്ഞ നിലയിലേക്ക് എത്തി. പക്ഷേ ഈ ഘട്ടത്തിലും കേരളത്തിൻ്റെ അഭ്യർത്ഥന, നിങ്ങളിത് അവസാനിപ്പിക്കരുത്. നാളെ വിദഗ്ധർ വരുന്നുണ്ട്, അത് ഫീസിബിൾ അല്ലെങ്കിൽ പുതിയ സാധ്യത നമുക്ക് ചർച്ച ചെയ്യുക തന്നെ വേണം.
പുതിയ സാധ്യത ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് ഇത് തുടരണം. ആ അന്വേഷണം അർജുനും അതോടൊപ്പം തന്നെ നമ്മുടെ 3 പേർ അവർക്ക് വേണ്ടിയിട്ടുള്ള കൃത്യമായ അന്വേഷണത്തിലേക്ക് നമുക്ക് കടത്തുക. സാധ്യതകൾ പലതുണ്ട്, ടെക്നോളജി ഉണ്ട്, പക്ഷെ അതൊന്നും അവർക്ക് ഒരു താല്പര്യമില്ലായ്മയോ അതിൽ നിന്ന് സ്കിപ്പ് ചെയ്തു പോകുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും അനുഭവിച്ചത്. ഞങ്ങൾ മാത്രമല്ല, മാധ്യമപ്രവർത്തകർ അനുഭവിച്ചത് തന്നെയാണ്. അത് പൂർണ്ണമായും അത് അവസാനിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ശ്രമം ഇന്നലെ നടത്തി. അത് അവസാനിപ്പിച്ച രീതിയിൽ തന്നെയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്.